അല്ല, ഞങ്ങൾക്ക് കഴിവുറ്റ നിരവധി സ്ഥാനാർത്ഥികൾ പാലക്കാടുണ്ട്, കേരളത്തിലുണ്ട്. അതിൽ ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായിട്ട് വരും. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥിയെ അന്തിമമായിട്ട് തീരുമാനിക്കേണ്ടത് പാർട്ടിയുടെ പാർലമെന്ററി ബോർഡാണ്, ദേശീയ പാർലമെന്ററി ബോർഡാണ്. ആ പാർലമെന്ററി ബോർഡ് ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്തി, ഏറ്റവും പൊതുസമ്മതനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്തി ഇവിടെ പ്രഖ്യാപിക്കും. അവരെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ഒരുപക്ഷെ കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ നിയോജക മണ്ഡലത്തിലായിരിക്കും 3 മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളിൽ ആദ്യം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് NDAയുടെ മലമ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ്. ഇത് തെളിയിക്കുന്നത് NDA കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മറ്റ് 2 മുന്നണിയേക്കാളും ഒരു പടി മുന്നിലാണെന്നുള്ളതാണ്. ഞങ്ങൾക്ക് സംഘടനാപരമായിട്ട് നല്ല അടിത്തറയുള്ള ഒരു നിയോജക മണ്ഡലമാണ്. കഴിഞ്ഞ 2016-ലും 2021-ലും ഞങ്ങൾ വലിയ മുന്നേറ്റം നടത്തിയ മണ്ഡലമാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM 38 വർഷമായിട്ട് ഭരിച്ചിരുന്ന അകത്തേത്തറ പഞ്ചായത്ത് ഞങ്ങൾ ഭരണം പിടിച്ചെടുത്തു. മലമ്പുഴ പഞ്ചായത്തിൽ 1 സീറ്റിനാണ് ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടത്. മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. ഒരു കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ കോട്ട എന്നറിയപ്പെട്ടിരുന്ന മലമ്പുഴ നിയോജക മണ്ഡലം ഇന്ന് കാവ്യ അണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞങ്ങളെ സംബന്ധിച്ചോളം സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത് പാർട്ടിയുടെ സംസ്ഥാന ഘടകവും അതുപോലെ തന്നെ അന്തിമ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ പാർലമെന്ററി ബോർഡുമാണ്. ഞങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടുള്ള ചുമതല പാർട്ടിയെ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള താഴെത്തട്ടിൽ ബൂത്ത് തലത്തിൽ സംഘടനാപരമായിട്ട് സജ്ജമാക്കുക എന്നുള്ളത്. നിയോജക മണ്ഡലം ഇൻചാർജ് എന്നുള്ള നിലയിൽ കേരളത്തിലെ പാർട്ടിയുടെ പ്രധാന നേതാക്കന്മാരെല്ലാം ആ പ്രവർത്തനങ്ങളിലാണ്. പാർട്ടിയെ ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള സംവിധാനം താഴെത്തട്ടിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കൃഷ്ണകുമാർ മത്സരിച്ചപ്പോഴാണ് ഇവിടെ 2ാം സ്ഥാനത്ത് എത്തിയത്. ഇത്തവണ താങ്കൾ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയല്ല ഘടകം. ഞങ്ങളെ സംബന്ധിച്ചോളം ഭാരതീയ ജനതാ പാർട്ടി NDAയുടെ മുന്നണിയുടെ ആര് മത്സരിച്ചാലും അവർ വിജയിപ്പിക്കുക എന്നുള്ളത്. അത് 2016-ലും 2021-ലും പാർട്ടി എന്നെ സ്ഥാനാർത്ഥിയാക്കി ഞാൻ മത്സരിച്ചു എന്ന് മാത്രം. ഇനിയിപ്പോൾ പുതിയ ആരെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കി കണ്ടെത്തിയാലും അവരെ വിജയിപ്പിക്കാനുള്ള സംവിധാനം പാലക്കാടും അതുപോലെ തന്നെ മലമ്പുഴയിലും പാലക്കാട്ടിലെ മറ്റു നിയോജക മണ്ഡലങ്ങളിലെല്ലാം ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലെല്ലാം BJP പ്രചരണം ആരംഭിച്ചു. നേമത്ത് സംസ്ഥാന അധ്യക്ഷൻ തുടങ്ങി, ഇന്നിപ്പോൾ തൃശ്ശൂർ പത്മജ തുടങ്ങി. അത്തരത്തിൽ നോക്കുമ്പോൾ പാലക്കാടും മലമ്പുഴയാണ് ഇപ്പോൾ ഒന്നും ആരംഭിക്കാത്തത്. ഇപ്പോൾ മലമ്പുഴയിൽ ഓഫീസ് ഉദ്ഘാടനം നടക്കുന്നുണ്ട്. പാലക്കാട് എന്താ? അല്ല, പാലക്കാട് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചോളം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്നാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥി വരും. ഞങ്ങളെ സംബന്ധിച്ചോളം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനം പാലക്കാടും മലമ്പുഴയിലും എല്ലാ നിയോജക മണ്ഡലങ്ങളിലുണ്ട്. ആ സംഘടനാ സംവിധാനം ഞങ്ങളുടെ സജ്ജമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ നോട്ടിഫിക്കേഷനുമായിട്ട് രംഗത്ത് വന്നാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും. ഞങ്ങൾക്ക് വളരെ ബഹുദൂരം മറ്റ് 2 മുന്നണികളെയും പിന്നിലാക്കി പോകാൻ കഴിയും. അല്ല, ഞങ്ങൾക്ക് കഴിവുറ്റ നിരവധി സ്ഥാനാർത്ഥികൾ പാലക്കാടുണ്ട്, കേരളത്തിലുണ്ട്. അതിൽ ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായിട്ട് വരും. അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥിയെ അന്തിമമായിട്ട് തീരുമാനിക്കേണ്ടത് പാർട്ടിയുടെ പാർലമെന്ററി ബോർഡാണ്, ദേശീയ പാർലമെന്ററി ബോർഡാണ്. ആ പാർലമെന്ററി ബോർഡ് ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്തി, ഏറ്റവും പൊതുസമ്മതനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ കണ്ടെത്തി ഇവിടെ പ്രഖ്യാപിക്കും. അവരെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ഞാൻ പറഞ്ഞല്ലോ, X or Y ആര് സ്ഥാനാർത്ഥിയായാലും വന്നാലും BJPയുടെ സ്ഥാനാർത്ഥി, NDAയുടെ സ്ഥാനാർത്ഥി ആരാണോ അവരെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഉത്തരവാദിത്വം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ല, പാർട്ടിയിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പാർട്ടിയിൽ കൃത്യമായിട്ട് അതിൻ്റെ ചർച്ചയും മറ്റൊക്കെ നടക്കുന്നുണ്ട്. മാധ്യമങ്ങളിൽ പല വാർത്തകളും പല മണ്ഡലങ്ങളെ സംബന്ധിച്ചും വരുന്നുണ്ട്. അതൊന്നും ചിലപ്പോൾ സത്യമാവണമെന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം പാർട്ടി ആരെയാണോ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിക്കുക അവരെ വിജയിപ്പിക്കുക.